ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ 2025 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷ നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം കോളത്തിൽ ശരിയാപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ? സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്ത് ഓതണം എപ്പോഴെന്നാണ്. എപ്പോഴാണ്? ഇതിൽ ഉദാഹരണം വന്നിട്ടുണ്ട്. സാക്കിനായ മീമിന് ശേഷം ബാ വന്നത്, മീമിന് ശേഷം തോ വന്നത്, മീമിന് ശേഷം മീമു വന്നത്. എന്താണ്? മീമിന് ശേഷം ഇൽഹാർ ചെയ്യണമെങ്കിൽ ബാവും മീമും അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും ഇൽഹാർ ചെയ്യണം. മീമിനോട് ചേർന്ന് ബാ വന്നാൽ ഇഖ്ഫാവും, മീമിനോട് ചേർന്ന് മീമു വന്നാൽ ഇദ്ആമും, ബാക്കി ഏത് അക്ഷരങ്ങൾ വന്നാലും ഇൽഹാറുമാണ്. ചോദ്യത്തിൻ്റെ കൂടെ തന്നെ അത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇഖ്ഫാ വന്നതിന് ഉദാഹരണം മീമിന് ശേഷം ബാ വന്ന ഒരു ഉദാഹരണം മതി. ഇദ്ആമിന് മീമിന് ശേഷം മീമു വന്ന ഒരു ഉദാഹരണം മതി. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് ഓതണം. തൻവീനിനെ ഇഖ്ഫാ ചെയ്യണമെങ്കിൽ തൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ ഹർഫായ 15 ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വരണം. അപ്പോൾ ഇവിടെ തൻവീന് ജന്നാത്തുൻ തജ്രി എന്ന തൻവീന് ശേഷം താ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ടിക്ക് ചെയ്യാം. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ 6 എണ്ണം, ഇദാം ബിയുന്നയുടെ അക്ഷരങ്ങൾ 4 എണ്ണം, ഇദാം ബിലാവുന്നയുടേത് 2 എണ്ണം. അപ്പോൾ അക്ഷരങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഇവിടെ തൻവീന് ശേഷം ലാമ് ഇദാം ബിലാവുന്ന, തൻവീന് ശേഷം മീമ് ഇദാം ബിയുന്ന. അപ്പോൾ അക്ഷരങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. അടുത്ത 3ാമത്തെ ചോദ്യം എന്താണ്? സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ നൂനിന് എന്ത് ചെയ്യണം? നൂനിനെ എന്താണ്? ഇക്ലാബ് ചെയ്യണം. നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യണം. അതാണ് ഇക്ലാബ്. അപ്പോൾ നൂനിനെ ഇക്ലാബ് ചെയ്യണം. സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ ഇക്ലാബിൻ്റെ അക്ഷരം ബാ മാത്രമാണ്. അപ്പോൾ നൂനിൻ്റെ ശേഷവും തൻവീനിന് ശേഷം ബാ വന്നാൽ ഇക്ലാബാണ്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തതോ? തൻവീനിന് ശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ തൻവീനെ വെളിവാക്കണം. വെളിവാക്കൽ ഏതാണ്? ഇൽഹാറാണ്. തൻവീനിന് ശേഷം ഈ അക്ഷരം വന്നാൽ വെളിവാക്കണം. അപ്പോൾ ഏത്? ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ 6 എണ്ണം പഠിച്ചതിൽ നിന്ന് ഐനു ഹ ഇവിടെ വന്നിട്ടുണ്ട്. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ, ഹൽക്കിൻ്റെ അക്ഷരങ്ങളായ ഹംസ ഹ, ഐന് ഹ, ഓയിന് ഹ. അപ്പോൾ ഇവിടെ ഇത് നൂനും റാവും എന്താണ്? നൂന് ഇദാം ബിയുന്നയും റാ ഇദാം ബിലാവുന്നയും, ബാ ഇക്ലാബും, ലാമ് ഇദാം ബിലാവുന്നയും ഒക്കെ ഓർത്തു വെക്കുക. അടുത്തെന്താണ്? ചേർത്തി ഓതലാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുന്നത്. ചേർത്തി ഓതൽ സില. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ ബാക്കി ഓപ്ഷനൊക്കെ ഇതൊക്കെ നമ്മൾ പാഠബുക്കിൽ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതേപോലെ മനസ്സിലാക്കി വെക്കണം. മനസ്സിലായില്ലേ? ഓരോന്നിൻ്റെയും പിന്നെ ഇതേപോലെ ചോദ്യം മാറി വന്നാൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. അടുത്ത ചോദ്യം എന്താണ്? സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നെങ്കിൽ ഇദാം ബിയുന്ന ചെയ്യരുത്. എന്താണ് അതിന് ഉദാഹരണം? ഇദാം ബിയുന്ന വരാത്തത് എന്തുകൊണ്ടാണ്? ഇത് നൂനും വാവും ഒരേ പദത്തിൽ കിൻവാനും സിൻവാനും ദുന്യ ബുന്യ എന്ന 4 പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഇൽഹാർ മുത്തലക്കാണ്. നൂനിൻ്റെ ശേഷം വാവ് അതേ പദത്തിൽ ചേർന്ന് വന്നാൽ, ഇവിടെ നൂനും വാവും 2 പദത്തിൽ, ഇവിടെ നൂന് അടുത്ത പദത്തിൽ വാവ്, ഇവിടെ നൂന് അടുത്ത പദത്തിൽ വാവ്. അപ്പം അങ്ങനെ വരുമ്പം ഇദാം ബിയുന്ന ചെയ്യണം. ഇങ്ങനെ ഒരേ പദത്തിൽ വരുമ്പം ഇദാം ബിയുന്ന ചെയ്യരുത്. ഇവിടെ ഇൽഹാർ മുത്തലക്കാണ്. നിർബന്ധമായും ഇൽഹാർ ചെയ്യണം. അതാണ് ഇൽഹാർ മുത്തലക്ക്. അടുത്തതാ? മുഹമ്മദുർ റസൂലുള്ള എന്നതിലെ തൻവീനിൻ്റെ നിയമം. മുഹമ്മദുർ റസൂലുള്ള തൻവീന് ശേഷം റാ വന്നു. അപ്പോൾ അവിടെ എന്താ നിയമം എന്നാണ്? ഇദാമും ബിലാവുന്ന, ലാമും റാവും ഇദാം ബിലാവുന്നയുടേതാണ്. അപ്പോൾ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ലാമ് റാ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇദാം ബിലാവുന്ന ചെയ്യണം. അടുത്തത് എന്താണ്? ഇക്ലാബിനെ സൂചിപ്പിക്കുന്ന മുസ്ഹഫിൽ കാണുന്ന ചിഹ്നം. ഇക്ലാബ് അതായത് നൂനിൻ്റെയും തൻവീനിൻ്റെയും സ്ഥാനത്ത് ഒരു ചെറിയ മീമ് കാണും. അതാണ് ഇക്ലാബിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം. ഖുറാനിൽ സീന് സക്കത്തയെ സൂചിപ്പിക്കുന്നതാണ്. യാവ് സ്വൈറ കസ്രയെ നീട്ടാൻ സൂചിപ്പിക്കുന്നതാണ്. അപ്പം മീമാണ് ഇക്ലാബിനെ സൂചിപ്പിക്കുന്നത്. അടുത്തത് മറച്ചു മണിക്കൽ എന്നർത്ഥം. മറച്ചു മണിക്കൽ ഇഖ്ഫ ആണ്. ഇഖ്ഫാനാണ് മറച്ചു മണിക്കൽ. ഇക്ലാബ്
എന്താണ് മീമാക്കി ഉന്നത്ത് ചെയ്യലാണ്, ഇൽഹാറ് വെളിവാക്കലാണ്. അപ്പം ഒക്കെ പഠിക്കണം കേട്ടോ. ഇദ്ഗാമും ബി ഉന്ന ഉന്നത്തോട് കൂടി ഓതലാണ്, ഇദ്ഗാം ബിലാ ഉന്ന ഉന്നത്ത് കൂടാതെ ഓതലാണ്. അടുത്തതെന്താണ് നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്ത് ഓതണം. നൂനിനെ മീമാക്കി, നൂനിൻ്റെ ശേഷം ബാ വന്നതാണ്, ഇക്ലാബാണ് നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യൽ. തൻവീനാണെങ്കിൽ തൻവീനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യണം. അപ്പം അത് ശേഷം ബാ വന്നാലാണ് ഇക്ലാബ്, ഇക്ലാബാണത്. നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്ത് ഓതൽ ഇക്ലാബ്. അപ്പോൾ ഇവിടെ നൂനിൻ്റെയോ തൻവീൻ്റെ ശേഷം ബാ വരണം. ഇവിടെ നൂനിൻ്റെ ശേഷം ബാ വന്നതുകൊണ്ടാണ് ഇവിടെ നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്തത്. അല്ലെങ്കിൽ തൻവീനാണെങ്കിൽ തൻവീനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യണം ബാ വന്നാൽ. അടുത്തത് എന്താണ് ചേരുംപടി ചേർക്കാൻ. എന്താണ് നസാഅത്തൽ ലിശവ, നസാഅത്തൽ ലിശവ തൻവീന് ശേഷം ലാമ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ തൻവീനിനെ ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യണം. ബിലാ ഉന്നയുടേതാണ് ലാമ്. അപ്പോൾ അതിൻ്റെ സി നമുക്ക് എഴുതാം. മിങ്കബിലിക്കും, മിങ്കബിലിക്കും നൂന് ശേഷം കാഫ് വന്നിട്ടുണ്ട്. സാക്കിനായ നൂനെ ഇഖ്ഫാ ചെയ്യണം, സാക്കിനായ നൂനെ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ അതിൻ്റെ എഴുതാം. അടുത്തതാ ഹിക്കുമത്തും ബാലിയ തൻവീന് ശേഷം ബാ, തൻവീനെ മീമാക്കി ഉന്നത്ത് ചെയ്യണം. അപ്പം എന്താണ് തൻവീനിനെ ഇക്ലാബ് ചെയ്യണം, തൻവീനിനെ ഇക്ലാബ് ചെയ്യണം. അപ്പം അതിൻ്റെ ഡി എഴുതാം. അടുത്തതാ വലഹും ഫീഹ സാക്കിനായ മീമിന് ശേഷം ഫാ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇൽഹാറാണ്. അപ്പോൾ അവിടെ എന്താണ് സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉദാഹരണങ്ങൾ വേറെ തരും, മനസ്സിലായില്ല? അപ്പോൾ അതിൽ എന്താണ് നിയമം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഇവിടുന്ന് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ കഴിയണം, മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. അടുത്ത പൂരിപ്പിക്കാനാണ്. സാക്കിനായ നൂനിന് ശേഷം ദാല് വന്നാൽ നൂനിനെ, നൂനിന് ശേഷം ദാല്, ദാല് ഇഖ്ഫാൻ്റെ ഹർഫാണ്. അപ്പോൾ അവിടെ ഇഖ്ഫാ ചെയ്യണം എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതുപോലെ തന്നെ സാക്കിനായ നൂനിന് ശേഷം ഇഖ്ഫാൻ്റെ 15 ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നുകാണ്ട് ഇതേപോലെ ചോദിച്ചാൽ അവിടെ നമുക്ക് ഇഖ്ഫാ എഴുതണം എന്ന് എഴുതാം. അതുപോലെ സാക്കിനായ നൂനിന് ശേഷം വാവ്, നൂന്, മീമ്, യാ ഇതിലേതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ ഇദ്ഗാം ബി ഉന്ന ചെയ്യണം. അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ വന്നാലും നമുക്ക് അവിടെ സാക്കിനായ നൂനിൻ്റെ തൻവീൻ്റെ നിയമങ്ങൾ, അതുപോലെ സാക്കിനായ മീമിൻ്റെ വിധികൾ ഒക്കെ പേരുകൾ മനസ്സിലാക്കുക. അടുത്തെന്താണ് തൻവീനിന് ശേഷം ബാ വന്നാൽ തൻവീനിനെ, തൻവീനിന് ശേഷം ബാ വന്നാൽ തൻവീനിനെ മീമാക്കി മറച്ചു മണിച്ച് ഓതണം. മീമാക്കി മറച്ചു മണിച്ച് ഓതണം, മറച്ചു മണിക്കുക. ഇക്ലാബ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നൂനിൻ്റെ തൻവീൻ്റെ ശേഷം ബാ വന്നാൽ അതിനെ മീമാക്കിയിട്ട് ഉന്നത്ത് ചെയ്ത് ഓതണം. അതാണ് മറച്ച് മണിച്ച് ഓതൽ, മനസ്സിലാക്കുക. അടുത്തെന്താണ് സാക്കിനായ നൂനിന് ശേഷം ആയിന് വന്നാൽ, നൂനിന് ശേഷം ആയിന് ഇൽഹാറിൻ്റെ ഹർഫാണ്. അപ്പോൾ അവിടെ ഇൽഹാർ ചെയ്യണം. അടുത്തത് ഐനുൻ ജാരിയ, ഐനുൻ ജാരിയ എന്നതിലെ നൂനിനെ, ഐനുൻ എന്നതിലെ നൂനിനെ, അവിടെ നൂൻ തൻവീനാണ്, അതിന് ശേഷം ജീമാണ് വന്നത്. ഐനുൻ ജാരിയ എന്നതിലെ നൂനിനെ, അവിടെ നൂനിന് തൻവീൻ വന്നിട്ടുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. നൂനിന് ശേഷം ജീമ് ആണെന്നുള്ളത് ഇവിടെ തൻവീനാണ്. ഐനുൻ എന്നതിലെ നൂനിന് തൻവീനുണ്ട്. അപ്പോൾ അവിടെ നൂനിനെ എന്നുള്ളതിന് പകരം തൻവീനാണ് അവിടെ കൊടുക്കേണ്ടത്, എന്താ അറിയില്ല. അപ്പോൾ അവിടെ ഇഖ്ഫാ ചെയ്ത് ഓതണം. എന്തായാലും നൂനിൻ്റെ തൻവീൻ്റെ ശേഷം ജീമ് വന്നാൽ ഇഖ്ഫാ ആണ്. അപ്പോൾ അവിടെ ഇഖ്ഫാ ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം. അടുത്തത് എന്താണ് തൻവീന് ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് ഇദ്ഗാം ബിലാ ഉന്നയുടെ അക്ഷരമാണ്. അവിടെ തൻവീനിനെ എന്ത് ചെയ്യണം ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യണം, ഉന്നത്ത് കൂടാതെ ഓതണം. തൻവീനിന് ശേഷം ലാമ് വന്നാൽ ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യണം. അടുത്തത് എന്താണ് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനുള്ളത്. സാക്കിനായ മീമിന് എത്ര വിധികളുണ്ട്? സാക്കിനായ മീമിൻ്റെ വിധികൾ 3 ഇദ്ഗാം, ഇഖ്ഫാ, ഇൽഹാർ. ഈ 3 വിധികളാണ് സാക്കിനായ മീമിനുള്ളത്. സാക്കിനായ മീം കേട്ടോ. സാക്കിനായ നൂനിനും തൻവീനിൻ്റെയും വിധികൾ 5. ഇൽഹാർ, ഇദ്ഗാം ബി ഉന്ന, ഇദ്ഗാം ബിലാ ഉന്ന, ഇഖ്ഫാ, ഇക്ലാബ്, ഇങ്ങനെ 5 വിധികളുണ്ട് സാക്കിനായ നൂനിനും തൻവീനും. ഇവിടെ മീമിൻ്റെ വിധി 3. അടുത്തത് നിർത്തൽ ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം, അത് കില. കില നമ്മൾ നേരത്തെയും പറഞ്ഞ സില അല്ലേ, ചേർത്തി ഓതലാണ് ഉത്തമം എന്നുള്ള സില.
അപ്പോൾ ഇവിടെ നിർത്തലാണ് ഏറ്റവും ഉത്തമം, ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് കില. അതുപോലെ തജ്വീദിലെ അവസാനത്തെ ചാപ്റ്ററിലാണ് നമ്മളിത് പഠിക്കുന്നത്. അത് നന്നായി മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റേതെങ്കിലും വരാം. അടുത്തതാ മിൻഹും ബത്ഷൻ. ഇതിൽ സാക്കിനായ മീമിൻ്റെ വിധി. മിൻഹും എന്നതിൽ സാക്കിനായ മീമിന് ശേഷം ബാ വന്നിട്ടുണ്ട്. അപ്പോൾ ബാ ഇഖ്ഫ ആണ്. ബാ ഇഖ്ഫ ആണ്. അപ്പോൾ ഇവിടെ ഇഖ്ഫ എന്ന് എഴുതാം. അടുത്തതാ മിൻ താ എന്നതിലെ സാക്കിനായ നൂനിൻ്റെ വിധി. നൂനിന് ശേഷം തോ ഇഖ്ഫായിൻ്റെ അർഫാണ്. അപ്പോൾ അവിടെ ഇഖ്ഫ. നൂന് മീമ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ നൂനിന് ശേഷം തോ വന്നു, ഇഖ്ഫ. അത് 15 അർഫുകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നൂനിൻ്റെ തൻവീൻ്റെ ശേഷം വന്നാൽ ഇഖ്ഫ ആണ്. ഇവിടെ സാക്കിനായ മീമിന് ശേഷം ബാ മാത്രം വന്നാലാണ് ഇഖ്ഫ കേട്ടോ. അത് ശ്രദ്ധിക്കണം. അടുത്തെന്താണ് യൗമ ഇദിം ബാസിറ. തൻവീന് ശേഷം ബാ. തൻവീന് ശേഷം ബാ വന്നിട്ടുണ്ട്. ഇവിടെ തൻവീനിൻ്റെ വിധി എന്തെന്ന് വെച്ചാൽ ഇക്ലാബ്. തൻവീന് ശേഷം ബാ. അപ്പോൾ ഇവിടെ മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫ, തൻവീന് ശേഷം ബാ വന്നാൽ ഇക്ലാബ്. അടുത്തത് ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. സാക്കിനായ അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ഷദ് വരികയും ചെയ്യും. ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ഷദ് വരികയും ചെയ്യും. അടുത്ത് സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്യണം. എപ്പോൾ? സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്യേണ്ടത് എപ്പോഴാണ്? സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാലാണ്. സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാലാണ് ഇക്ലാബ് ചെയ്യേണ്ടത്. ഇതുപോലെ സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം എപ്പോഴെന്ന് വെച്ചാൽ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ. സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലാണ്. അടുത്തത് തൻവീനിനെ ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യണം. എപ്പോൾ? തൻവീനിനെ എന്താണ്? തൻവീനിന് ശേഷം ലാമ് റാ എന്നീ അക്ഷരങ്ങൾ വന്നാലാണ്. തൻവീനിന് ശേഷം ലാമ് റാ എന്നീ അക്ഷരങ്ങളിൽ ഒന്ന് വന്നാലാണ് അവിടെ ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യേണ്ടത്. അടുത്തത് എന്താണ്? സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം. എപ്പോൾ? ഞാൻ നേരത്തെ പറഞ്ഞില്ല. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലാണ്. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലാണ് സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യേണ്ടത്. ഇതുപോലെ സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്യേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ ഇവിടെ മീമിന് ശേഷം മീമ് വന്നാലാണ്. മീമിന് ശേഷം മീമ്, ബാന് പകരം മീമ് വന്നാൽ എഴുതിയാൽ മതി. അപ്പോഴാണ് ഇദ്ഗാം ചെയ്യേണ്ടത്. ഇനി സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്യേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ സാക്കിനായ മീമിന് ശേഷം ബാവും മീമും അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും. മനസ്സിലാക്കിയത്? സാക്കിനായ മീമിന് ശേഷം ബാവും മീമും അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും ഇൽഹാർ ചെയ്യണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഇനി എന്താണ്? 5 വരി കുറയാതെ ഉപന്യസിക്കാൻ ഇൽഹാർ മുത്തലക്ക്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഒന്നാമത്തെ പാഠത്തെ ആസ്പദമാക്കി നന്നായി മനസ്സിലാക്കി പഠിക്കുക. എന്താണ് ഇൽഹാർ മുത്തലക്ക്? ഞാൻ ഇതിൽ എഴുതിയൊന്ന് വായിക്കാം. നൂനും ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നാൽ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. ഇതിന് ഇൽഹാർ മുത്തലക്ക് എന്ന് പറയുന്നു. ഖുർആനിൽ ഈ വിധം ചേർന്നു വന്നത് കിൻവാനും സിൻവാനും ബുന്യാനും ദുന്യ എന്നിവ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പാഠത്തെ ആസ്പദമാക്കി മനസ്സിലാക്കിയിട്ട് എഴുതണമെങ്കിൽ എഴുതാം. അതായത് ഇദ്ഗാമും ബിഉന്നയുടെ ഹർഫുകളായ നൂന്, വാവ്, മീമ്, യാ ഇവ ഒരേ പദത്തിൽ ചേർന്ന് വന്നാൽ, നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഒരേ പദത്തിൽ ചേർന്ന് വന്നാൽ അവിടെ ഇൽഹാർ മുത്തലക്ക് ചെയ്യൽ നിർബന്ധമാണ്. ഖുർആനിൽ ഇങ്ങനെ ചേർന്ന് വന്നത് 4 പദങ്ങളിലാണ്. കിൻവാനും സിൻവാനിൻ ബുന്യാനും ദുന്യ എന്നിങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ എഴുതാട്ടോ. അപ്പോൾ ഓരോ പാഠത്തെ ആസ്പദമാക്കിയിട്ട് 5 വരി കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. സാക്കിനായ മീമിൻ്റെ വിധികൾ 5 വരി കുറയാതെ എഴുതാൻ വരാം. അപ്പോൾ അതൊക്കെ ഓരോ പാഠത്തെ ആസ്പദമാക്കിയിട്ട് അവസാനത്തെ ഖുർആനിലെ വഖഫുകൾ ഓരോ ചിഹ്നം എഴുതിയിട്ടും അതിൻ്റെ വഖഫ് നിയമങ്ങൾ എഴുതാൻ മനസ്സിലാക്കുക.
ഒക്കെ ഉപകാരപ്പെടുത്തി പഠിക്കുക. നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇതുപോലെ ഇതിലുള്ളത് അതിലും വന്നിട്ടുണ്ട്, അതിലുള്ളത് ഇതിലില്ലാത്തതും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഇനിയുള്ള എക്സാമിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് 5 വർഷമായി ഈ പാഠബുക്ക് വെച്ചിട്ട് ചോദ്യ പേപ്പറുകൾ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചോദ്യ പേപ്പറിലെയും ചോദ്യോത്തരങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചോദ്യ പേപ്പർ തന്നെ പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും പഠിച്ചതൊക്കെ അനുസരിച്ച് നന്നായി പരീക്ഷ എഴുതാനും നല്ല മാർക്ക് വാങ്ങി വിജയിക്കാനും പഠിച്ചതൊക്കെ അനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.